ഈ നരേന്ദ്രമോദി ഉറപ്പിച്ചോ എന്നാണല്ലോ നമ്മുടെ ചോദ്യം. നരേന്ദ്രമോദി ഉറപ്പിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നരേന്ദ്രമോദി ഉറപ്പിച്ചിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് അഞ്ചാം ഘട്ട വോട്ടെടുപ്പിന് ശേഷം അദ്ദേഹത്തെ തന്നെ ദൈവത്തിൻ്റെ അവതാരമായി പ്രഖ്യാപിച്ചത്. അത് അങ്ങേയറ്റം ആത്മവിശ്വാസക്കുറവുള്ള ഒരാൾ നടത്തുന്ന പ്രസ്താവനയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം വിവേകാനന്ദ പാറയിൽ ധ്യാനത്തിലേക്ക് പോകുന്നു. നമുക്ക് നേരത്തെ അറിയാലോ 2019 മെയ്യിലും ഇതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിപ്പിച്ചിട്ട് കേദാർനാഥിൽ, ഉത്തരാഖണ്ഡിലെ കേദാർനാഥിലെ ഗുഹയിൽ പോയി അദ്ദേഹം ഒരു ദിവസം ധ്യാനം ഇരുന്നു. ഇപ്പോൾ അത് വലിയ ടൂറിസം സ്പോട്ടാണ്. ആ അർത്ഥത്തിലൊരു വികാസം അവിടെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം അദ്ദേഹം ധ്യാനത്തിന് വിവേകാനന്ദ പാറയിലേക്ക് പോകുന്നത് ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ് താനെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷമാണ്. എന്തുകൊണ്ടാണ് ഒരാൾ ഒരു രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് മത്സരത്തിൽ അദ്ദേഹത്തെ സ്വയം ദൈവമായി പ്രഖ്യാപിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അവതാരമായി പ്രഖ്യാപിക്കുന്നത്? നോക്കൂ, അദ്ദേഹത്തിന് ഒരു ലെജിറ്റിമസി ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്നും തന്നെ ജനങ്ങളോട് പറയാൻ കഴിയാതൊരു സാഹചര്യം ഉണ്ടാകുന്നു. അഥവാ ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറിപ്പോകുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വമായി NDAയും BJPയും മാറിയിരിക്കുന്നു. ഇവിടെ പിന്നെ ജനങ്ങളുടെ നിത്യജീവിത പ്രശ്നവുമായി ബന്ധപ്പെട്ട് തികച്ചും നോർമലായൊരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, ഒരു തരംഗവുമില്ലാത്തൊരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, ഒരു അതിവൈകാരികതയുടെയും അന്തരീക്ഷമില്ലാത്തൊരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ആൻറ്റി ഇൻകംബൻസി വർക്ക് ചെയ്യും. ആ ആൻറ്റി ഇൻകംബൻസി വർക്ക് ചെയ്താൽ സ്വാഭാവികമായും ഭരിക്കുന്ന സർക്കാർ പിന്നെ പരാജയപ്പെടും എന്നുള്ള കാര്യത്തിലൊരു തർക്കവുമില്ലല്ലോ. അങ്ങനെയാണല്ലോ സംഭവിക്കാറുള്ളത്. അപ്പോൾ ആ ഒരു പരാജയ ഭീതി മുന്നിൽ കാണുന്ന നരേന്ദ്രമോദി തന്നെ ദൈവമായി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അവതാരമായി പ്രതിഷ്ഠിക്കുകയാണ്. നോക്കൂ, ഇത് ഇപ്പോൾ ആരംഭിച്ചൊരു പ്രക്രിയയല്ല. നമുക്കറിയാമല്ലോ 2018 വെങ്കയ്യ നായിഡുവാണ് ആദ്യമായിട്ട് മോദി ദൈവത്തിൻ്റെ സമ്മാനമാണെന്ന് പാർലമെൻറ്റിൽ പറയുന്നത്. അന്ന് അദ്ദേഹം പാർലമെൻ്ററി കാര്യമന്ത്രിയായിരുന്നു. പിന്നീട് ഇങ്ങോട്ടേക്ക് ഇതുപോലുള്ള വാഴ്ത്തുപ്പാട്ടുകളുടെ ഒരു പ്രവാഹം തന്നെയായിരുന്നു. 2020 മേഘാലയ ഗവർണറായിരുന്ന തഥാഗത് റോയ് പറഞ്ഞത് കൃഷ്ണൻ്റെ അവതാരമാണ് നരേന്ദ്രമോദി എന്നാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുരിയിൽ, ഒറീഷയിലെ പുരിയിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സംബിത് പാത്ര, BJPയുടെ വക്താവാണ്, അദ്ദേഹവും പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ അവതാരമാണ്. ഒരു പടി കൂടി കടന്നിട്ട് ലോർഡ് ജഗന്നാഥ, പുരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ജഗന്നാഥ ക്ഷേത്രം എന്ന് പറയുന്നത്, അവിടുത്തെ ജഗന്നാഥൻ എന്ന് പറയുന്ന ദൈവം പോലും മോഡിയുടെ ഭക്തനാണ് എന്ന് പറഞ്ഞു വെച്ചു. അപ്പോൾ ദൈവത്തിനും മീതെ പ്രതിഷ്ഠിച്ചു സംബിത് പാത്ര. ഈ രീതിയിൽ മുൻകാലങ്ങളിൽ നിന്ന് തന്നെ ഈ പറയുന്ന ദൈവമായി പ്രഖ്യാപിക്കാനുള്ള, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പ്രതിപുരുഷനായി കാണിക്കാനുള്ള, മോദിയെ അവതരിപ്പിക്കാനുള്ള ശ്രമം BJPയിൽ പല നേതാക്കൾ പലപ്പോഴായി നടത്തിയിട്ടുണ്ട്. അതൊന്നും മോദി ഏറ്റു പറഞ്ഞിട്ടില്ല. പക്ഷേ മോദി അതൊക്കെ ആസ്വദിച്ചിട്ടുണ്ട്. ഇപ്പോഴും എന്താ പറ്റിയത്? മോദി തന്നെ നേരിട്ട് വന്നിട്ട് ഇത് പറയുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ സൂചനകളും മോദി നൽകിയിരുന്നു കേട്ടോ. ഇപ്പോൾ പാർലമെൻറ്റിൽ ചെങ്കോല് പ്രതിഷ്ഠിച്ചത് ആരാണ്? അത് നരേന്ദ്രമോദിയാണ്. പ്രാണപ്രതിഷ്ഠ നടത്തിയതാരാണ്? നരേന്ദ്രമോദിയാണ്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വൈദികരായിട്ടുള്ള ശങ്കരാചാര്യന്മാർ പറഞ്ഞത് എന്താണ്? ഒരു ആചാര രീതികളും പിന്നെ പാലിക്കാതെ, വൈദികമായിട്ടുള്ള ആചാരക്രമങ്ങളൊന്നും തന്നെ പാലിക്കാതെയാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞിട്ട് പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കാതെ ശങ്കരാചാര്യന്മാർ മാറി നിന്നിരുന്നല്ലോ. എന്തുകൊണ്ടാണ് പ്രാണപ്രതിഷ്ഠ നടത്താൻ താൻ യോഗ്യനാണ് എന്ന് നരേന്ദ്രമോദി വിചാരിക്കുന്നത്? രാംലല്ല എന്നാണല്ലോ അവിടുത്തെ വിഗ്രഹത്തിൻ്റെ പേര്. അതായത് ഈ കുട്ടിരാമനാണ്, ഈ രാമൻ്റെ ബാല്യകാലത്തിലുള്ള ഒരു വിഗ്രഹമാണത്. അപ്പോൾ അവിടെ അദ്ദേഹം പോയിട്ട് അത് പ്രതിഷ്ഠിക്കുകയാണ്. അപ്പോൾ അത് കഴിയും മൂപ്പർക്ക്, അങ്ങനെയാണ്. എന്നിട്ട് അവിടെ പ്രസംഗിക്കുകയാണ് അദ്ദേഹം. ഇനിയിപ്പോൾ 10 വർഷത്തേക്കോ 100 വർഷത്തേക്കോ അല്ല, ഈ രാജ്യം 1000 വർഷങ്ങൾ ശോഭിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഈ 1000 വർഷം എന്നൊക്കെ പറഞ്ഞ ഒരു യുഗമാണല്ലോ. അപ്പം ഇത് ഈ ഒരു അവതാര പുരുഷനായി വന്ന് ഈ പ്രാണപ്രതിഷ്ഠ നടത്തി അദ്ദേഹം തന്നെ അദ്ദേഹത്തെ ഒരു ദൈവത്തിൻ്റെ പ്രതിപുരുഷനായിട്ടോ ദൈവം തന്നെയായിട്ടോ ഒക്കെ പ്രഖ്യാപിക്കുന്നത് പല രീതികളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. 2014 തന്നെ നമോ എന്നൊരു വാക്ക് കൊണ്ടുവന്നിരുന്നു. നരേന്ദ്രമോദിയുടെ ചെറിയ ഫോമാണ് നമോ എന്ന് പറഞ്ഞാലും നമോ ഒരു തൊഴിലിൻ്റെയൊക്കെ നമസ്കാരത്തിൻ്റെ ഒരു രൂപം കൂടിയാണല്ലോ. അപ്പോൾ ഈ രീതിയിൽ, പക്ഷേ ഇതിൻ്റെ അപകടം എവിടെയാണ് നിൽക്കുന്നത്? ഒരു രാഷ്ട്രീയ പാർട്ടി ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ ഒരു ദൈവമായി കാണുകയോ ദൈവമായി പ്രഖ്യാപിക്കുകയോ ചെയ്താൽ പിന്നെ ആ രാഷ്ട്രീയ പാർട്ടിയിൽ ഡിസൈപ്പിൾസേ ഉള്ളൂ, അല്ലെങ്കിൽ ഈ പറയുന്ന ഭക്തന്മാരാണുള്ളത്. അങ്ങനെയാണ് ഇപ്പോൾ BJP എന്ന് പറഞ്ഞാൽ മോദി ഭക്തന്മാരുമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. BJPക്ക് അങ്ങനെ സംഭവിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഭാവിയിലൊരു കുഴപ്പമുണ്ട്. BJP ഒരു ഓർഗനൈസേഷൻ എന്നുള്ള നിലയ്ക്ക് BJP അനുഭവിക്കാൻ പോകുന്ന പ്രതിസന്ധി ചെറുതല്ല. കാരണം എന്ന് വെച്ചാൽ ഈ നരേന്ദ്രമോദി എക്കാലവും BJP അങ്ങോട്ട് നയിക്കാൻ പോകുന്നില്ലല്ലോ. നമ്മളൊക്കെ മനുഷ്യരല്ലേ, നമ്മുടെയൊക്കെ ജീവിതം നശ്വരവുമാണ്. ആബ്സെൻസ് ഓഫ് നരേന്ദ്രമോദി ഈ ഓർഗനൈസേഷനിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അതൊരു വലിയ ശൂന്യത ഉണ്ടാക്കും. അത് BJP ആലോചിക്കേണ്ട കാര്യമാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി തന്നെ ദൈവമായിട്ട് അവതരിപ്പിച്ചാൽ പിന്നെ ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളെന്ന് പറയുന്ന പൗരന്മാരില്ല, പിന്നെ ഭക്തന്മാരേ ഉള്ളൂ. അപ്പോൾ ഒരു ദൈവം ഭരിക്കുന്ന രാഷ്ട്രത്തിലാണ് നമ്മളൊക്കെ ഇനിയിപ്പം ജീവിക്കാൻ പോകുന്നത്. ഏതെങ്കിലും കാരണവശാൽ നരേന്ദ്രമോദിക്ക് ഇനി അധികാര തുടർച്ചയുണ്ടായാൽ ഈ രാജ്യം എത്ര അപകടകരമായ സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ഒരു ദൈവം ഭരിക്കുന്ന രാജ്യമായിട്ട് ഇത് മാറുകയാണ്. പിന്നെ എന്താ പ്രശ്നം വെച്ചാൽ, നരേന്ദ്രമോദി സ്വയം അങ്ങ് വിചാരിക്കുകയാണ് താൻ ദൈവമാണ്, തനിക്ക് ദൈവികമായ ശക്തി. അങ്ങനെയൊക്കെ ഒരു ഭരണാധികാരി പറഞ്ഞു തുടങ്ങിയുള്ള കുഴപ്പം എന്താണെന്ന് അറിയാമോ? പിന്നെ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ ആരോടും വിശദീകരിക്കേണ്ട. കാരണം ദൈവത്തിൻ്റെ ദൂതനായിട്ട് വന്നിട്ട് ദൈവത്തിൻ്റെ മിഷൻ നടപ്പാക്കുന്ന ഒരാളാണ്. ഒരു കാര്യവും പിന്നെ ജനങ്ങളോട്
വിശദീകരിക്കേണ്ട. കാരണം അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാൻ ഓരോ കാര്യവും ചെയ്യുമ്പോഴും ഐ ബിലീവ് ദാറ്റ് ദ ഗോഡ് ഈസ് ഗൈഡിങ് മീ എന്നാണ്. ഞാൻ വിശ്വസിക്കുന്നു ഈ കാര്യം ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് ദൈവമാണ് എന്നാണ്. ഒരു കോടതിയിലും പിന്നെ ചോദ്യം ചെയ്യപ്പെടത്തില്ല കേട്ടോ. ഈ ഗോഡ്മാൻമാരുടെ ഒരു സവിശേഷത എന്താണെന്നറിയാമോ? നിങ്ങൾക്കൊരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്കും അവരെ പോയി പിടിക്കാനോ ചോദ്യം ചെയ്യാനോ ഒന്നും ഇന്നത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ സാഹചര്യങ്ങൾ വെച്ചിട്ട് കഴിയത്തില്ല. ഇപ്പോൾ 2004 ഈ ശങ്കരരാമൻ വധക്കേസ് ഉണ്ടാകുന്നത് തമിഴ്നാട്ടിൽ. അന്നാണ് ശങ്കരാചാര്യർ ജയേന്ദ്ര സരസ്വതിക്കെതിരായിട്ട് അറസ്റ്റ് ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു ഗോഡ്മാൻ പിടിക്കപ്പെടും, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു വൈദിക പിന്നെ മഹാത്മാവായിട്ടുള്ള ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ, അല്ലെങ്കിൽ പിന്നെയുള്ളത് ഈ ദേറാ സച്ച സൗദയുടെ പിന്നെ ഈ റഹ്മാൻ അല്ലേ, റഹ്മാനെ ഒരു റേപ്പ് മർഡർ കേസിൽ കൺവിക്ട് ചെയ്തു CBI കോടതി. പക്ഷേ പിന്നീട് അദ്ദേഹത്തെ വിട്ടയക്കുകയും ചെയ്തു. അങ്ങനെ ഒന്ന് രണ്ട് സംഭവങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇങ്ങനെയുള്ള ആളുകളെ ഒന്നും ചോദ്യം ചെയ്യാനോ ഒരു അന്വേഷണം നടത്താനോ ഒന്നും കഴിയില്ല. ഇന്നിപ്പം രാഹുൽ ഗാന്ധി രസകരമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്കും പുതിയൊരു സർക്കാർ വരും, ആ സർക്കാർ വന്നു കഴിഞ്ഞാൽ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ഒക്കെ അന്വേഷണം ഉണ്ടാകും. അങ്ങനെ അന്വേഷണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ഈ ഞാൻ ചെയ്തതെല്ലാം ദൈവത്തിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തന്നെ നരേന്ദ്രമോദി ശ്രമം നടത്തിയിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവ് ദുർബലനായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2014 2019 കണ്ടൊരു നരേന്ദ്രമോദിയല്ല 2024 നമ്മൾ കാണുന്നത്. അങ്ങേയറ്റം ദുർബലനായൊരു നേതാവാണ്. കാരണം അദ്ദേഹം ഒരു വലിയ തിരിച്ചടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് 1-2 ഘട്ടം വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ വളരെ കൃത്യമായി അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതോടുകൂടി ഏറ്റവും മോശപ്പെട്ട രീതിയിലല്ലേ ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി പ്രസംഗിക്കുകയാണ്. ഇന്ന് നോക്കൂ, പബ്ലിക് വർക്ക്സ് നടത്തുമ്പോൾ അതിന് പോലും ഒരു പാലം കെട്ടണമെങ്കിൽ അവിടെ പോലും ന്യൂനപക്ഷങ്ങൾക്ക് സംവരണം കൊടുക്കും എന്നൊക്കെയുള്ള പച്ച നുണകൾ പറയുന്ന രീതിയിലേക്ക്, മുജറ നൃത്തം കളിക്കുന്നവരാണിവർ എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് നരേന്ദ്രമോദി ഒരിക്കലും ഈ 2014 2019 ആ രീതിയിലൊന്നും പ്രസംഗിച്ചിട്ടുള്ള ആളല്ല. പക്ഷേ 2024 വരുമ്പോൾ അങ്ങേയറ്റം അദ്ദേഹം ദുർബലനായിരിക്കുന്നു. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നരേന്ദ്രമോദിയെ ദൈവമാക്കുന്ന BJP ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. BJPയുടെ ടവറിംഗ് ആയിട്ടുള്ള നേതാക്കളെക്കാലവും അടൽ ബിഹാരി വാജ്പേയിയും LK അദ്വാനിയുമായിരുന്നു. അവരെങ്ങനെയാണ് ആ ഓർഗനൈസേഷനെ കെട്ടിപ്പടുത്തിട്ടുള്ളത്? നിങ്ങളൊന്ന് നോക്കിയാൽ ഉത്തർപ്രദേശിലേക്ക് പോയാൽ കല്യാൺ സിംഗിനെ പോലെ ഒരു നേതാവ് ഉണ്ടായിരുന്നു. അയാൾ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളാകട്ടോ. അതേപോലെ തന്നെ രാജ്നാഥ് സിംഗിനെ പോലെ മുന്നോക്ക സമുദായത്തിൽ നിന്നുള്ള നേതാക്കളുണ്ടായിരുന്നു. കൽരാജ് മിശ്രയെ പോലുള്ള നേതാക്കളുണ്ടായിരുന്നു. രാജസ്ഥാനിലേക്ക് വന്നാൽ ഭൈരോൺ സിംഗ് ഷെഖാവത്തിനെ പോലെ തലയെടുപ്പുള്ള നേതാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഉപരാഷ്ട്രപതിയായ ആളാണ്. അതേപോലെ തന്നെ വസുന്ധര രാജെ സിന്ധ്യയെ പോലുള്ള നേതാവ് ഉണ്ടായിരുന്നു. ബീഹാറിലേക്ക് വന്നാൽ സുശീൽ കുമാർ മോഡി, അടുത്തിടെ അന്തരിച്ച സുശീൽ കുമാർ മോഡി, അതുപോലെ തന്നെ യശ്വന്ത് സിൻഹയെ പോലെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളുണ്ടായിരുന്നു. ഇങ്ങനെ എടുത്തു നോക്കിയാൽ ഗുജറാത്തിൽ കേശുഭായ് പട്ടേലിനെ പോലെ, സുരേഷ് മെഹ്തയെ പോലെ വലിയ നേതാക്കളുണ്ടായിരുന്നു. മധ്യപ്രദേശിലെ ഉമാഭാരതി, ഗോവിന്ദാചാര്യ, അതേപോലെ തന്നെ ശിവരാജ് സിംഗ് ചൗഹാൻ, രാജമാതാ വിജയരാജ സിന്ധ്യ, ഇങ്ങനെയൊക്കെയുള്ള നേതാക്കളുണ്ടായിരുന്നു. തെക്കേ ഇന്ത്യയിലേക്ക് വന്നാലോ ഇപ്പോൾ വെങ്കയ്യ നായിഡുവിനെ പോലെ ആന്ധ്രാപ്രദേശിൽ നിന്ന് വളരെ കരുത്തനായ നേതാവുണ്ടായിരുന്നു. ജനാകൃഷ്ണമൂർത്തിയെ പോലെ തമിഴ്നാട്ടിൽ നിന്ന് നേതാക്കളുണ്ടായിരുന്നു. യെദ്യൂരപ്പയെ പോലെ കർണാടകയിൽ നിന്ന് നേതാക്കളുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു വലിയ നേതൃനിര ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, കേരളത്തിലെ സാഹചര്യം വിഭിന്നമാണ്. കേരളത്തിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ BJPയുടെ കംപ്ലീറ്റ് പോസ്റ്ററുകളിൽ ആരാ ഉള്ളതെന്നറിയാമോ? ഒറ്റയാളേ ഉള്ളൂ, മോദി. സഫോക്കേറ്റിംഗ് പേഴ്സണാലിറ്റി കൾട്ടിലേക്ക് ഇത് മാറിയിരിക്കണം. ഒരു മോഡി കൾട്ട് മാത്രമാണ്. ഉത്തർപ്രദേശിൽ ഏറ്റവും വിചിത്രമായ കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ ഏറ്റവും വലിയ വോട്ട് ക്യാച്ചറാണെന്ന് ഈ പറയുന്ന യോഗി ആദിത്യനാഥ്. അദ്ദേഹത്തിൻ്റെ പടമൊക്കെ വളരെ ചെറുതാണ്. മോഡി എവിടുത്തെയും പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മോഡി എല്ലായിടത്തും പോയി, ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലും പോയി മോഡി പ്രസംഗിക്കുന്നത് മോഡിക്ക് വോട്ട് ചെയ്യാനാണ്. മറ്റേ അപ്പുറത്ത് നിൽക്കുന്ന ഈ കാൻഡിഡേറ്റ് എന്ന് പറയുന്ന ഒരു പൂർ ഗൈയാണ്. അയാളുടെ പേരിനൊരു പ്രസക്തിയില്ല, ആ വ്യക്തിക്കൊരു പ്രസക്തിയില്ല എന്ന് മാത്രമല്ല. ഇന്ന് കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ ബസ്തിയിൽ നരേന്ദ്രമോദി പ്രസംഗിച്ചതെന്താണെന്നറിയോ? ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സത്കർമ്മങ്ങൾക്കാണ് നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് പുണ്യം കിട്ടുമെന്നാണ് പ്രസംഗിച്ചിരിക്കുന്നത്. അതായത് ഈ ജനാധിപത്യ പ്രക്രിയയിൽ, ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ, ഒരു ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്ന ആൾ വോട്ട് ചെയ്താൽ അയാൾക്ക് പുണ്യം കിട്ടും എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് പുണ്യം കിട്ടുന്നത്? ദൈവം തന്നെയായിരിക്കുന്ന നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ വോട്ട് ചെയ്യുമ്പോൾ അത് പുണ്യപ്രവൃത്തിയായി മാറുന്നു എന്നുള്ള നിലയ്ക്കാണ് കാര്യങ്ങൾ വിസ്തരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്, അങ്ങേയറ്റം ദുർബലനായ ഒരു നരേന്ദ്രമോദിയെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് മനസ്സിലായിരിക്കുന്നു കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നുവെന്ന്. യാതൊരു ഉറപ്പുമില്ല തിരിച്ചു വരാൻ കഴിയുമെന്ന്. 400 സീറ്റ് എന്ന സ്വപ്നം പണ്ടേ ഉപേക്ഷിച്ചിരിക്കുന്നു. ഇപ്പോൾ എങ്ങനെയെങ്കിലും കടന്നുകൂടിയാൽ മതി എന്നൊരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. ആ സാഹചര്യത്തിൽ കൈവിട്ട എല്ലാ കളികളും കളിച്ചുകൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് സ്വയം ദൈവമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ ദൈവത്തെ രാജ്യം വീണ്ടും ഒരിക്കൽ കൂടി അധികാരത്തിലെത്തിയാൽ നമ്മളുടെ രാജ്യമെന്ന് പറയുന്നത് ദൈവമായ നരേന്ദ്രമോദിയും അയാളെ പിന്തുണയ്ക്കുന്നവരും പിന്തുടരുന്നതുമായ ഭക്തരുടെ ഒരു രാജ്യമായി മാറും. അങ്ങനെ ഒരു രാജ്യം വേണോ വേണ്ടയോ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ നിർണായകമായ ചോദ്യം. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഡെമോക്രസി എന്ന് പറയുന്നത് വളരെ ഡൈനമിക്കാണ്. അത് ഏതൊക്കെ സമയത്ത് ഉയർന്നു പ്രവർത്തിക്കണമോ ആ സമയത്തെല്ലാം ഉയർന്നു പ്രവർത്തിച്ചിട്ടുണ്ട്. അത്തരം ഒരു ഉയർന്ന പ്രവർത്തനം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് മോദി ഒരു കാര്യവും ഉറപ്പിച്ചിട്ടില്ല എന്നാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. Meet the editors.